എല്ലാവരും വന്നല്ലോ അല്ലേ? അപ്പം ഇന്നലത്തെ ഇതിന് വലിയ വ്യൂവേഴ്സൊന്നുമില്ല. ഫസ്റ്റത്തെ ഇതല്ലേ, വലിയ വ്യൂവേഴ്സൊന്നും കിട്ടിയില്ല. ഞാനിതാ കുറച്ചൊന്ന് മൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ കുറച്ചൊന്നിപ്പോൾ അയൺ കിട്ടി. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ 2 അയൺ നിങ്ങൾക്കറിയാമല്ലോ അവിടുന്ന് മൈൻഡ് ചെയ്തേ. എൻ്റെ കൈ കിട്ടിയില്ല. അപ്പം ഞാൻ കരുതി ഈ അയൺ ഓഫ് ക്യാമറയിൽ ഇങ്ങനെ മൈൻഡ് ചെയ്യാം, നിങ്ങളെയും കൂടെ കാണിച്ചൊന്ന് മൈൻഡ് ചെയ്യാൻ ഞാൻ കരുതി. കുറച്ച് കോളും കൂടെ കിട്ടി, കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് മൈൻഡ് ചെയ്ത് എടുക്കാം. 1 2 രണ്ടെണ്ണേ ഉള്ളൂ, പേടിക്കുന്നു. 2 അല്ല കേട്ടോ, കുറേ ഉണ്ട്. 3 4 5 5 അല്ല, ഇനിയുണ്ട്. ഈ ഒരു വലിയ കേവ് സ്പോൺ ചാൻസ് ഉണ്ട്. കുറേ ഒന്നും വന്നിട്ടില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പട്ടം അടച്ച് പൊട്ടിയേക്കാം. എന്നിട്ട് നമുക്കൊരു ഇത്തിരിയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്ത് തന്നേക്കാം. ഞാൻ ആ പട്ടിക്കുട്ടീനെ കുറേ തപ്പിട്ടോ, അവനെ കിട്ടിയിട്ടില്ല. ഞാൻ കുറേ തപ്പി. എന്തായാലും ഇവിടെ ഇനിയും കുറച്ചും കൂടെ മെയിൻ ചെയ്തേക്കാം. ഒരു കേവ് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡീപ് സ്ലേറ്റ് എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിന്നാണ് എൻ്റെ ആദ്യത്തെ അയൺ ഞാൻ മെയിൻ ചെയ്തത്. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് മെയിൻ ചെയ്താൽ അടുത്ത അയാണ്. ഒന്നേ ഉള്ളൂ, അതും ഒന്നല്ല, ഇനിയും ഉണ്ട് 2 അയാണ് എനിക്ക് കിട്ടിയത്. 2 അയൺ. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളും ബോറടിക്കും, ഞാനും ബോറടിക്കും ഈ മൈൻഡ് ചെയ്യുന്ന ആ ടൈം മുഴുവൻ. ഞാൻ ഈ ടൈം ഒന്നും കൂടെ സ്കിപ്പ് ചെയ്തുവിടാം. അങ്ങനെ ഞാൻ കുറേ വന്നു, ഏകദേശം ഒരു വൈ ലെവൽ 12 എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു വലിയൊരു കേവ് തന്നെയാണിത്. എനിക്ക് ഈ കേവിലോട്ട് ഇപ്പോൾ ഇറങ്ങാനുള്ളൊരു ആർമറും കാര്യങ്ങളൊന്നും ഇല്ല. ആ കാണുന്ന ഡയമണ്ടാണ്. അവിടെ കുറച്ച് അയൺ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് വേണമായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ എത്ര എത്തി. ഇനി എന്തായാലും തിരിച്ചു കയറട്ടെ. അവിടെ നൈറ്റായി. അപ്പം ഞാൻ ഇന്ന് ഇവിടെ തന്നെ തങ്ങേണ്ട വരും. നൈറ്റിൽ എൻ്റെ ബെഡ് വീട്ടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നുമല്ല, അപ്പം എനിക്ക് നല്ല റിസ്ക് വരേണ്ടി വരും. നൈറ്റാണ്. ഞാൻ ഇവിടെ ടോർച്ചൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറേ മൂവ് സ്പോണായിട്ടുണ്ടാവും. കുറച്ച് ബ്ലോക്ക് കൈ പിടിച്ച് നിൽക്കുന്നത് ക്രീപ്പർ അല്ലല്ലോ. ഇപ്പം നേരം വിളിക്കും, വലിയ സീനൊന്നും ഇല്ലാതെ പോകുന്നു. എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കാം. ബെഡ് എടുത്തിട്ട് വരേണ്ടതായിരുന്നു. എൻ്റെ ടോർച്ചെടുത്ത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കിനി ഇവിടെ തന്നെ നിൽക്കാം. അതല്ലാതെ വേറെ വഴിയും കാര്യം ഞാൻ കാണുന്നൊന്നുമില്ല. മൂന്നൊന്നും സ്പോണായില്ലേ? അയ്യോ, ഗ്ലിച്ചാവുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇനി കുറച്ചായിരുന്നു. ഇത് നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ കോപ്പറും കൊണ്ട് ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. കളിക്കുന്നതും പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിതുകൊണ്ട് ഒരു ആർമർ സെറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇത്തിരി പ്രൊട്ടക്ഷനൊക്കെ കിട്ടും. ഇപ്പോൾ എനിക്കിപ്പോൾ എത്ര കോപ്പർ കിട്ടി? 25 കോപ്പറും 8 അയണും കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ താഴെ കിടങ്ങിയ ഇതുണ്ട്. ഇവിടെയും കുറച്ച് കോപ്പറുണ്ട്. ഇതെല്ലാം ഒന്ന് മെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്കൊരു ആർമർ ഇപ്പം തന്നെ അങ്ങ് സെറ്റ് ചെയ്യാമായിരുന്നു. കണ്ടോ ചെറുക്കൻ. നല്ല നാടൻ സോമിയുടെ കരച്ചിലാണത്. ഓക്കെ ഞാൻ ഈ കോപ്പറെല്ലാം ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. എനിക്ക് ഈ കോപ്പർ വളരെ അത്യാവശ്യം. എനിക്ക് തന്നെ സ്റ്റോൺ ടൂൾസിൽ നിന്ന് വീണ്ടും അപ്ഗ്രേഡ് ആവാം. ആദ്യം അയൺ ആയിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ കോപ്പറൊക്കെ വന്നു. സൈഡൊന്നും ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇതെന്ത് ഈ ഐക്കൺ എന്താണെന്ന് അറിയുന്നത്?
എൻ്റെ ഇൻവെൻട്രി തുറക്കാം. എൻ്റെ ഇൻവെൻട്രിക്കകത്തുള്ള ഇവിടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഐക്കണ്ടിരുന്ന് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് കോളിൻ്റെ ആവശ്യം എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അപ്പോൾ ഈ കോൾ വന്നെടുക്കും. ഇപ്പോഴേ എടുത്ത് വെറുതെ കളയണ്ട. ഇനി അടുത്ത ടാസ്ക് ഇനി എപ്പോൾ നേരം വെളുക്കുന്നു എന്നിങ്ങനെ നോക്കിയിരിക്കല. ഇവിടെ ഇരിക്കാൻ വേറെ വഴികളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരം വെളുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ആ കേവിൽ നിന്നൊരു ഇങ്ങോട്ടേക്ക് ഇത്തിരി ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് വന്നിട്ടുണ്ട്. ബ്രിഡ്ജ് കണ്ടോ? അവിടെ കണ്ടോ എന്താന്ന്? ഒരു യമണ്ടൻ ലാവാപ്പൂൾ. എൻ്റെ അമ്മേ, ഇത് അവിടെ ഒന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ അത്ര വലിയൊരു ലാവാപ്പൂളെല്ലാം കാണുന്നത്. എൻ്റെ ഇതിൽ മൈൻക്രാഫ്റ്റ് അനുഭവത്തിൽ ഫസ്റ്റ് ടൈം. ഇത് താഴെ കണ്ട ഒരു ക്രീപ്പർ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ സോംബി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ. എന്തായാലും നമുക്കിനി നേരെ വിളിച്ചു ചെന്ന് നോക്കാം. കുറച്ച് നേരം നിന്നു, ഇപ്പം നേരം വിളിച്ചില്ല. പിന്നെ ഞാൻ ഐസിൽ ആ കേവിലോട്ടേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇങ്ങനെ ചാടുമ്പോൾ എൻ്റെ അങ്കർ പവർ വേഗം കുറയും. അതാണ് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ലോജിക്ക്. ചാടി അങ്കർ പവർ കുറയും. പിന്നെ ആ ഒരു 1 ബ്ലോക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിൽ കൂടെ വല്ല ബേബി സോംബിയും സ്പോണായിട്ടുണ്ടെങ്കിൽ അവർ ചാടും, ഉറപ്പാണ്. ഇല്ല, നേരം വെളുത്തിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. നേരം വെളുത്തെന്തായാലും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്നാലും നിങ്ങളിനി അപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കേണ്ട വരും. എന്നാൽ ഞാൻ നിങ്ങളപ്പം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതാ നേരം പുലർച്ചയായിട്ടുണ്ട്. അതാ വീട്ടിൽ അമ്മ അവൻ റൗണല്ലേ തിടനും പിടിച്ചുണ്ട് നേരെ. എന്തായാലും ഇവിടെ നിന്നൊരു പില്ലർ ഉണ്ടാകും പകരം വച്ചേ. അയ്യോ, ഓക്കെ സെറ്റ്. എൻ്റെ റെസ്പോൺ വേണ്ടി അവിടെ തന്നെയാണ്. അത് ഒരു ക്രീപ്പർ ചാണ്ടി. ക്രീപ്പറിനെ കൊല്ലുന്നതിനെ കുറച്ച് ടെക്നിക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ്. ക്രീപ്പർ നമ്മളെ കണ്ടിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരും. ടൈമിൽ അവൻ്റെ അടുത്തേക്കില്ല. നോക്ക് ബാക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പവും. അത്രയേ ഉള്ളൂ. ക്ലിക്ക് ചെയ്തോണ്ടിരിക്കണം, അപ്പം ചത്തുപോയിക്കോളും. ഇവിടെ ഓക്കെയാണ്. എനിക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും ഇത് കഴിക്കാം. അവനെ ഒന്ന് തട്ടാം, കൗവിനെ. ഓക്കെ, അവനെ തട്ടിയിട്ടുണ്ട്. ലെതർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവൻ. ഇപ്പോൾ കുറച്ച് ടോർച്ചിന് ഞാൻ ഈ ടോർച്ചും കൊണ്ട് ഇവിടെ ഇറങ്ങുന്നതല്ല. എന്തെങ്കിലും കിട്ടിയാൽ ഇത് ഭയങ്കര ഇടുങ്ങിയ ഒരു കേവാ. ഡയോറൈറ്റ് ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ എന്തായാലും ഒരു സോംബീസ് ഒരു സ്പോൺ ആവില്ല, കാരണം ഇത് ഫുള്ള് ഡെർട്ടിൽ മാത്രമല്ല. ഇതുണ്ടോ, ഇവിടെ എനിക്ക് നിൽക്കാൻ ഉള്ള സ്ഥലമില്ല. പിന്നെ അവിടെ സോംബീസ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് കണ്ടതുകൊണ്ട് അവിടെ ഒന്ന് കയറി നോക്കാം. നമുക്ക് അവിടെ തന്നെ ഒന്ന് കയറി നോക്കാം. എൻ്റെ കയ്യിലാണ് 8 ടോർച്ചുണ്ട്. 8 ടോർച്ചും കൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റും തോന്നുന്നു. ഓ, ഇത് മറ്റേ സ്ഥലമല്ലേ ഞാൻ ഡെഡ് ആയത്. ഇത് കേവ് അല്ലല്ലോ അല്ലേ. എൻ്റെ സാമഗ്രികളൊക്കെ താഴെ കാണും. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു സ്റ്റാർട്ടഡ് ബേസ് സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ആ ഒരു ജംഗിളിലേക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. ജംഗിൾ വുഡ്. ഞാൻ ആ ജംഗിളിലേക്ക് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എൻ്റെ ഒരു ആക്സ് ഉണ്ടോ? ഒരു ഫ്രഷ് ആക്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്കെലിട്ടനെ കൊന്നിട്ടു. അപ്പോൾ എനിക്കത് ഒരു പൊട്ടാനൊരു ബോയും 2 ആരയും ഡ്രോപ്പ് ചെയ്തു. ബോണ് കിട്ടുന്നിട്ടാണ് അവനെ കൊന്നത്. ബോണൊന്നും കിട്ടിയില്ല. എന്തായാലും ആ ജംഗിളിലേക്ക് ഒന്ന് പോട്ടെ. അവിടെ നിന്ന് എനിക്ക് കുറച്ച് വൂള് അവിടെ അടുത്ത കേവ്. ഇവിടെ ഈ ഒരു ഏരിയ നിറച്ചും കേവ് വന്നിരിക്കും. ഇതെന്തെന്നാ? ഞാൻ നന്മമരമാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇവിടാണോ?
ഈ ബ്ലോക്കിലായിരുന്നു വെള്ളമെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഞാൻ തിരിച്ച് പോയിട്ട് ജംഗിൾ വുഡ് കളക്ട്. അതിൽ നോക്ക് ബാക്ക് ഉണ്ട്, കണ്ടോ? രണ്ടുപേരും ഒരുമിച്ചു. എനിക്കിനി ഫുഡിന് ക്ഷാമം വരില്ല, കാരണം അതാ അവിടെ ഒരു മാങ്ങ ഉറച്ചിരിക്കുന്നുണ്ട്, അത് ഉറക്കാം നമുക്ക്. മാങ്ങ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, പംകിനും അല്ലാത്ത വാട്ടർ മെലണാണ് ഇതാണ് നമ്മുടെ മാങ്ങ. ഈ സാധനം എനിക്കിപ്പോൾ തിന്നാൻ ഇത് ഭയങ്കര അത്യാവശ്യമാണ്. ഇതെന്തായാലും കുറച്ച് കളക്ട്. ഇതിനെന്താ ആക്സാണ്? അതെ, ഇതിന് ആക്സ് തന്നെയാണ്. ഇത് ഷിയേഴ്സ് അല്ലായിരിക്കുന്നു. ഇപ്പം എനിക്ക് ഏകദേശം 41 കിട്ടി. 41 തിന്ന് അതിൻ്റെ അങ്കറപ്പോറുണ്ടോ കൂട്ടട്ടെ. ഞാൻ അതിൻ്റെ ഫുൾ അങ്കർപ്പം കൂട്ട. നീ അവിടെ ഇരിക്കുന്നുണ്ടോ? നീ അവിടെ ഇരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ ഉണ്ടല്ലോ, വഴി തെറ്റിപ്പോവാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഈ ഒരു ജംഗിൾ ലോകിൻ്റെ പൊക്കത്ത് കറക്റ്റ്. അയ്യയ്യ, നടന്നില്ല ഗൈസ്. ചെറിയൊരു ഇത് നോക്കിയതാണ്, നടന്നില്ല. നമുക്കത് വന്ന പരിപാടി നോക്കാം. ഞാൻ കുറച്ച് ജംഗിളിലൊക്കെ കളക്ട് ചെയ്യട്ടെ. ഈ സാധനം ഇവിടെ സ്പോണാവോ? ഈ കളറുള്ള പശു ഇത് സവാന ബയോമിൽ മാത്രം സ്പോണാവുന്ന സാധനമല്ലേ ഈ പശു? ഗൈസ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണത് ഏത് ബയോമിലാണ് സ്പോണാവുന്നു. ഇതെന്താ ഇങ്ങനെ? ഇത് എന്തുവാടോ ഇതൊക്കെ? ഇവിടെ കുറേ ലോഗുണ്ട് ജംഗിളുണ്ട്. ഞാനതെല്ലാം കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഏതാ ഒരു സ്റ്റാക്ക്. അത് മറ്റേ മീനുക്കുട്ടി, സുധിച്ചേട്ടൻ്റെ മീനുക്കുട്ടി. ഞാൻ സുധീൻ്റെ വലിയൊരു ഫാനാണ്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് ഞാൻ ഈ മീനുക്കുട്ടി എന്ന ഫ്രണ്ട് ആകട്ടെ. 10 ചെയ്തിട്ടുണ്ട്. അയ്യോ, മീനുക്കുട്ടി പോലെ അതാ പോലെ തിരിച്ചു വാ തിരിച്ചു വാ. അയ്യോ, അത് പോയി. ദോ പോണു മറ്റേ നീല പക്ഷി മീനുക്കുട്ടിൻ്റെ. അയ്യോ ഗൈസ്, പോയി. അയ്യോ, പോയി. മീനുക്കുട്ടി പോയി. നീൻ്റെ പൊക്കത്തുള്ളിൽ ഇരിക്കുന്നുണ്ടാവോ? ഇതെന്ത് വലിയ മരം അത്. നല്ല കാര്യം. അതോ നിൽക്കുന്നു മീനുക്കുട്ടി. ഞാനിതാ വരുന്നു. അതോ അവിടെ നിൽക്കുന്നുണ്ട്. ദൈവമേ, ഈ കോബിൾ സ്റ്റോൺ കൊണ്ട് നിർത്തൂല. സീഡ്. നീയില്ല, മറ്റേ മീനുക്കുട്ടി. അയ്യോ, അതാ നൈറ്റാവുന്നു. ഞാൻ വീട്ടിൽ പോട്ടെ വേഗം. ഞാൻ ബെഡ് എടുത്തിട്ടല്ല വന്ന്. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് നൈറ്റാവും. ഇല്ല, കണ്ടോ? വേഗം കയറാ വെള്ളത്തിൽ നിന്ന്. ഒരു എലൈറ്റർ ഉണ്ടായിരുന്നു, ഇപ്പം ഞാനങ്ങ് എത്തിയാണ്. ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ സോംബീസും മറ്റേ
കണ്ണ ഇവിടെ ഒന്ന് വേഗം പോടോ. അതാ റൈറ്റായി. ഇപ്പോൾ ഉള്ള സോംബീസ് ഫുൾ ഇറങ്ങി വരും. ടോർച്ചെടുത്ത് ഞാൻ സോഡ് എന്തായാലും കൈ പിടിക്കട്ടെ. അതോ മറ്റേ ക്രീപ്പറും. എൻ്റെ അമ്മേ, എൻ്റെ ഫസ്റ്റ് ഡിപ്പൊക്കെ കാണാം നിങ്ങൾക്ക്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് കണ്ടല്ലേ. ഓ, ഞാൻ സേഫായി. എന്നെ മീനിക്കുട്ടി കാരണം എല്ലാം സംഭവിച്ചേ. 2.5 ഹാർട്ട്. ഞാൻ ഈ മെലൻ കഴിക്കട്ടെ. ഓക്കെ, ഞാനങ്ങനെ വീണ്ടും ഫ്രഷായി. സോംബിൻ്റെ വനെ ധൈര്യമുണ്ട്. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട്. അപ്പം ഇന്നും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അരഹാർട്ട് ഇവിടെ എന്താ നടന്നേ? ഓരോരോ ഡാമേജും കൂടെ എനിക്ക് കിട്ടിയാൽ ഞാനിപ്പോൾ ചാവും. കൂടെ എൻ്റെ അങ്കർ പവർ ബോൺ കിട്ടിയാ? ഒരു ബോൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇതാട്ടോ എൻ്റെ ക്യാരക്ടർ. ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ഞാൻ സൂപ്പർമാൻ്റെ എന്തോ ഒരു ഇതിലെടുത്തതാണ്. നല്ലൊരു കാര്യമാണത്. ഇപ്പം എന്തോ നടന്നേ? സാൻഡിൽ നിന്നല്ല, ഞാൻ സാൻഡിൽ നിന്നാണ് കുറേ തവണ മരിച്ചത്. അപ്പോഴത്തേക്കും എനിക്കതിന് താല്പര്യമില്ല. ഓക്കെ, നമുക്കിങ്ങനെ നോക്കി ഞാൻ എന്തായാലും നേരം വെളുത്തിട്ട് ഇനിയും. ഓക്കെ, അങ്ങനെ ഞാൻ ഒരേ ഇരിപ്പ് കുറേ നേരം ഇരുന്നു. വീണ്ടും നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അയ്യോ, പേപ്പർ വേറെ ഇല്ലല്ലോ ഇവിടെ. അയ്യോ, ചത്ത്. ഇവിടെ ഒരാൾ ഡീസ്പോണായി പോയി. ഞാനിപ്പോൾ ഇവിടെ തന്നെ ആണല്ലോ അല്ലേ സ്പോണായി. വെറുതെ എനിക്ക് അത്ര ഹെൽത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഹെൽത്ത് കുറേ ഉണ്ടെന്ന് കരുതിയിട്ട് വേണ്ടാത്ത പണിക്ക്. അങ്ങനെ ഡേ 4 ആയി. ചാർജർ കീപ്പറിനെ കൊന്ന ആളാണ്. എന്നിട്ടൊരു സാധാരണ ക്രീപ്പറിൻ്റെ അടുത്ത് മരിച്ച്. പക്ഷേ നാണക്കേട് എന്ന് വെച്ചാൽ ഇത്രയുള്ളല്ലോ എൻ്റെ സാധനങ്ങൾ. എനിക്ക് ഇത്രയും മതി. ഇനിയാ ഓക്കെ. അപ്പം നമുക്കിന്നൊരു ബേസ് സെറ്റ് ചെയ്യാം. പുറത്ത് കിടന്ന് ഞാൻ മടുത്തു. ബോ ഉണ്ട്, ഇതൊന്ന് പരീക്ഷിക്കാം. ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്താൽ അവൻ്റെ ചന്തിക്കിട്ട് ചന്തിക്ക് തന്നെ കൊണ്ടു. അയ്യോ, ഇപ്പം ഞാൻ അടുത്ത കുഴിയാണ് തന്നെ. ഗൈസ്, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, അതായത് ഇപ്പം എനിക്ക് ഒരു സ്കെൽട്ടൻ്റെ നിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോഴുണ്ട് എൻ്റെ ഡ്യൂറബിലിറ്റി വളരെ കുറഞ്ഞിട്ടാണ്. ഇതെന്തുകൊണ്ട് സ്കെൽട്ടൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുന്നില്ല? എനിക്കത് ഭയങ്കര ഡൗട്ടാണ്. ഈ പാവം കോഴി ഇത്രയൊക്കെ ഹെൽത്തുള്ളൂ. ഇവനാണല്ലോ കൊള്ളാം. അവൻ്റെ ഒരൊറ്റ കണ്ണ്. അയ്യോ, അതും പോയി. അപ്പം നമുക്ക് എൻ്റെ കൈ എന്താ ഇങ്ങനെ? എൻ്റെ ക്യാരക്ടറിൻ്റെ കൈ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ ഒന്നും ഇല്ലാതെ പിടിച്ചാൽ എൻ്റെ കൈ കാണുന്നുണ്ട്.
ഇതിൽ പിടിക്കുമ്പോൾ എൻ്റെ കൈ കാണുന്നില്ല. ബോ അടിക്കുമ്പോൾ കണ്ടോ എയറിൽ വെക്കുന്ന സാധനം. ഇതെന്തൊരിതാത്? ഓക്കെ, നമുക്കൊന്നൊരു ചെറിയൊരു മിനി ബേസ് ഒന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ റീസ്പോൺ പോയിന്റ് ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വേഗം ഒരു ഫർണസ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഫർണസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ഫർണസ്, അത് ഇതിൻ്റെ പൊക്കത്ത്, അതിലേക്ക് എൻ്റെ കോളും ഈ കിട്ടിയ കോപ്പറും വെച്ച് കൊടുക്കാം. അവൻ കുറേ നേരം എൻ്റെ അടുത്ത് നിൽക്കുന്നു. പന്ന കൊച്ചി അല്ല പിന്നെ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ താൽക്കാലിക വീട്. ഈ വീട്ടിൽ ഞാൻ ഒരു ദിവസം പോലും കിടന്നുറങ്ങില്ല. എന്നാലും എൻ്റെ മീനിക്കുട്ടി ഞാൻ പറഞ്ഞിട്ട്, ഞാൻ സുധിച്ചേട്ടൻ്റെ ഒരു യൂട്യൂബറും കൂടെയാണ്. സുധിച്ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ സുധിച്ചേട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പകുതിയും മൈൻക്രാഫ്റ്റ് പഠിച്ചത് തന്നെ. അതായത് പകുതി മൈൻക്രാഫ്റ്റ് എങ്ങനെ കളിക്കാം എന്നൊക്കെ ഞാൻ പഠിച്ചത് സുധിച്ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പം ഇപ്പോഴും ഞാൻ ഇന്നലെയും കൂടെ ഞാൻ അത് കണ്ടിട്ട് ഒരു ബേസിൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയൽ കണ്ടു. പക്ഷെ എനിക്കതൊന്നും പറ്റുന്നില്ല, ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു കോബിൾ സ്റ്റോണും പിന്നെ ഈ നമ്മുടെ ഈ ഒരു വുഡിൻ്റെ ലോഗോ അല്ലെങ്കിൽ ഈ ജംഗിൾ ലോഗോ കൊണ്ട് ഞാനൊരു ഇതങ്ങ് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും കാർഡൊക്കെ ഒന്ന് മാറ്റി ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് 1 2 3 4 5 6 7. ഓക്കെ, ഇത്രയും വലിയൊരു വീട്. എന്നിട്ട് അങ്ങോട്ടേക്ക് 1 2 3 4 5 5/7 എൻ്റെ പ്ലാന്. ഇതായിരിക്കും നല്ലത്. കാരണം എനിക്ക് ലെങ്ത്ത് കൂടുതലും, അതായത് നീളം എനിക്ക് ഇച്ചിരി കൂടുതലും. ഒരു ബ്ലോക്കും കൂടെ കൂട്ടാം, 10 ആവട്ടെ. ഓക്കെ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു കറക്റ്റ് ഒരു വീടായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ നടുക്ക് നമുക്കിനി ഏത് ലോഗ് നിറയ്ക്കണം? ഒരു കോബിൾ സ്റ്റോണിൻ്റെ ലോഗ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അല്ല, കോബിൾ സ്റ്റോണിൻ്റെ ലോഗ്, ജംഗിൾ ലോഗ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ജംഗിൾ ലോഗിൻ്റെ പ്ലാങ്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. എനിക്ക് കിട്ടുന്ന, അതായത് കുറേ വേൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ ജംഗിളായിട്ട്, ആ വേൾഡൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു ജംഗിൾ വേൾഡ് അടുത്തുള്ളത് കിട്ടി. അത് അടുത്തായതുകൊണ്ട് ഞാൻ ആ ഒരു വേൾഡ് കളിക്കാൻ എഴുതി. ഞാൻ ജംഗിൾ ലോകം കൊണ്ടാണ് ആദ്യമായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വരെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുവരെ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ജംഗിൾ ലോകം കൊണ്ട് ഒരു വീട് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കുന്നത്. ഇനി 4 ബ്ലോക്ക് ഹൈറ്റ്, 1 2 3 4. ഡർട്ട് കയ്യിലേക്ക് എടുക്കും. അതായത് നമ്മൾ 3 ബ്ലോക്കിൽ നിന്ന് വേണം, ഒന്നും പറ്റൂല. താഴത്തെ ബ്ലോക്ക് നമുക്ക് 3 ആക്കാം. ഇതുണ്ടോ, ഇപ്പോൾ എനിക്കൊരു ഹാർട്ട് പോലും പോയില്ല. 4 ബ്ലോക്കിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡാമേജ് എടുക്കുള്ളൂ. 3 ബ്ലോക്കിൽ നിന്ന് വേണം, ഒന്നും ആവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 1 2 3 4. അപ്പം ഞാൻ വീടാൻ എനിക്കൊരു അര ഹാർട്ട് കണ്ടോ, അര ഹാർട്ട് പോയി. ഇനി ഞാനത് ഒരു ഡർട്ടം വെച്ച് ഇവിടെ ഞാൻ 3 ബ്ലോക്കിൽ നിന്ന് വിടുന്നെങ്കിൽ എനിക്കൊന്നും പറ്റൂല. ഓക്കെ, എല്ലായിടത്തും അങ്ങനെ 4 ബ്ലോക്ക് ഞാൻ വെച്ച് 1 2 3 4 അങ്ങനെ ലാസ്റ്റത്തെ 4 ബ്ലോക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ബേസ്. അപ്പോൾ നമ്മുടെ കോപ്പറെല്ലാം സ്മെൽട്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 22 ആവട്ടെ. എന്നിട്ട് നമുക്കത് കൊണ്ടൊരു ആർമർ അങ്ങ് സെറ്റ് ചെയ്യാം. നമ്മൾ ഇതേ ജംഗിൾ ലോഗ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതേ സൈഡ് ഇപ്പുറത്തും. ഓക്കെ, ഞാൻ അവിടെയും പ്ലേസ് ചെയ്തു. ഇപ്പുറത്ത് ഓക്കെ, അവിടെയും വെച്ച് ഇനി നേരെ ഇപ്പുറത്തേക്ക് ഇവിടെ. ഈ വീഡിയോ ഒരു ഇത്തിരി ലോങ് ആവും, കാരണം ഞാൻ കുറേ നേരം കുഴിക്കുള്ളിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്നാലും വീടുണ്ടാക്കുന്ന പരിപാടി ഞാൻ ഇത്തിരി സ്ലോ ആണ്. ഇനി ബാക്കി നമുക്ക് ഈ ഒരു ലോഗ് വെച്ച്
പ്ലാങ്ക് വെച്ചിട്ടാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ. ബാക്കി നമുക്ക് ഈ ഒരു പ്ലാങ്ക് വേണം വെക്കാൻ. ഈ ഒരു പ്ലാങ്ക് വെക്കണം. അതുപോലെ തന്നെ ഞാൻ ഡോറിൻ്റെ ഒരു ഇത് നോക്കട്ടെ. ഇത് ജംഗിൾ വുഡിൻ്റെ ഡോർ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. ഞാൻ അതൊന്ന് നോക്കിയിട്ട് അത് തന്നെ വെക്കണം. അതെയോ വേറെ ഏതെങ്കിലും വെക്കണം നോക്കട്ടെ. ഇതാണ് നമ്മുടെ ജംഗിളിൻ്റെ ഡോറ്. ഇതാണ് നമ്മൾ ജംഗിളിൻ്റെ ഡോറ് പറയുന്നത്. നല്ല ഏതെങ്കിലും ഡോറ് ഇത് ക്രാഫ്റ്റ് ചെയ്തേക്കാം. കയ്യിൽ ജംഗിൾ ഡോറാ കാണാൻ എങ്ങനെയാ? വലിയ തരക്കേടില്ലാത്ത വിധത്തിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, ഇപ്പം നമുക്കൊരു ആർമർ അങ്ങ് ഇട്ടേക്കാം. ഒരു ആർമർ ഇല്ലാത്തതുകൊണ്ടാണ് ക്രീപ്പറിന് അത്ര നിസ്സാരമായി കണ്ടു കൊന്നത്. ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഇൻവെൻട്രി കംപ്ലീറ്റ് ആയി. ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, ഇനിയും വേണം. ലെഗിൻസ്, ബൂട്ട്, ലെഗിൻസ് എല്ലാം ക്രാഫ്റ്റ് ആക്കി. ഇനിയിപ്പം ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിലാവട്ടെ. എന്നിട്ട് ബാക്കി 16 എത്ര വേഗമോ? ഞാൻ ഒന്നും കൂടെ ജംഗിളിലേക്ക് പോകണം, കാരണം എനിക്ക് ഇത്രയും പോരാ. ഇതൊരു സ്റ്റാക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇതാന്ന് പറയുമ്പോഴത്തേനും തീരും. ഇനി ഞാൻ അടുത്തായിട്ട് വേണം ഒരു ഡോർ എവിടെയാണ് വരേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയാണ് ഞാൻ ഡോർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അത് മാറ്റാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു 2 ബ്ലോക്കിൽ 2 ഡോർ അങ്ങനെയാണ്. ഒന്നിവിടെ, ഒന്നിവിടെ. ഇതങ്ങോട്ട് മാറ്റട്ടെ. എടുത്ത് മാറ്റി. ഇത് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ ഒന്നിവിടെ, ഒന്നിവിടെ. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്യാപ്പ് വരുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം ഈ ഒരു ജംഗിൾ ലോഗ് കുറച്ചൊന്ന് എടുത്തിട്ട് ഈ ഒരു കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടട്ടെ, ഒരു 2 ബ്ലോക്ക്. ഇവിടുന്ന് 1, 2 ബ്ലോക്ക് ഞാൻ കൂട്ടി. ഇതങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഗൈസ്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ കാര്യമില്ലല്ലോ. ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സീഡ് ഞാൻ ഫസ്റ്റത്തെ എപ്പിസോഡിൽ എടുത്തിട്ടുണ്ട്. സീഡിലിനി എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ അയൺ കിട്ടിയ ഒരു ഹൈ ലെവൽ ഞാൻ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സീഡ് കളിക്കുന്നവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു ഹൈ ലെവൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിലെ ഡേ 4 ആണ്. മൈൻക്രാഫ്റ്റിലെ ദിവസം നോക്കി കഴിഞ്ഞാൽ നമ്മളിന്ന് ഡേ 4 ആണ്. ഇതാ ഇന്ന് ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്നത് എൻ്റെ അഭിമാന പ്രശ്നമാണ്. ഞാൻ 4 ദിവസമായിട്ട് ഒരു ദിവസം കണ്ടേ ബെഡിൽ കിടന്നിട്ടുള്ളൂ. 1 2 ദിവസം അത്രേ ഉള്ളൂ. 1 2 3 4 ഡെർട്ട് കറക്റ്റും വെച്ചെടുക്കുക. നേരെ കയറി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് വരാം. അയ്യോ, ഉറങ്ങിക്കോ. ഓക്കെ, ഇനി ഞാൻ ചെന്ന് എൻ്റെ വീടിൻ്റെ ബാക്കി പണിയും കൂടെ ഇവിടെ 1 2 3 4 ഒന്നിവിടെ. അയ്യോ, അതവിടെ അല്ലായിരുന്നു. ഒന്നിവിടെ. ഇനി ഇതെടുക്കുക. അതേമേ അവിടെ തന്നെ ഈ ഒരു ലോകം കളക്ട് ചെയ്യുക. എനിക്ക് ഈ ഒരു ലൈൻ ചെയ്യാനുള്ള ലോഗില്ല. അപ്പം ഞാൻ ലോഗ് ഇനിയും കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിനിപ്പോൾ 1 2 3 മാത്രമേ ഉള്ളൂ. ഇനി 39 പ്ലാങ്കും കൂടെ ഉള്ളൂ. എനിക്കിത് മുഴുവൻ ഫില്ല് ചെയ്യണം. അതിൽ അത്ര ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഒരു കോപ്പറിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് ഒരു കോപ്പറിൻ്റെ സ്റ്റിക്ക് ഞാൻ ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഒരു പിക്കാക്സ്, ഒരു സോഡ്, ഒരു ആക്സും പിക്കാക്സ്. സോറി, ഞാൻ ആക്സിന് പിക്കാക്സ് എന്ന് പറയാതെ പറഞ്ഞു പോയി. ഓക്കെ, പിന്നെ ഇന്നലെ ഞാൻ കുഴിക്കുള്ളിരുന്നപ്പോൾ ഞാൻ അറിയാതെ 32 8 എങ്ങാണ്ട് കോബിൾ സ്റ്റോൺ വരെ ഞാൻ അയേൺ എന്നാണ് പറഞ്ഞത്. അയേൺ അല്ല കേട്ടോ, അത് കോബിൾ സ്റ്റോൺ ആയിരുന്നേ. ഞാൻ അറിയാതെ അത് പറഞ്ഞു തരാണ്.
നോട്ട് ബാക്ക് ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുന്ന എൻചൈൻമെൻ്റ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതും സ്റ്റോണും ഒരേ ഇത് തന്നെയാണ്. കോപ്പറിൻ്റെ സോഡും സ്റ്റോണിൻ്റെ സോഡും. പിന്നെ കാണാൻ ഇത്തിരി ലുക്കുള്ളത് ഒരു കോപ്പറിൻ്റെ സോഡാണ്. സ്റ്റോണിൻ്റെ വലിയ രസമൊന്നുമില്ല. രണ്ടിനും ഒരേ പവറും ഡ്യൂറബിലിറ്റി ഒക്കെയാണ്. നോക്കാം. ഇത് 3 അറ്റാക്ക്, ഇതും 3 അറ്റാക്ക് കണ്ടോ. ആക്സ് 4, ഇത് 4 കണ്ടോ. നല്ല രണ്ടും ഒരേപോലെ തന്നെ. അത് അറ്റാക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. ഇതും കൊണ്ട് 2 അടി അടിച്ച് ഒരു പശുവിനെ കൊന്നു, അതും കൊണ്ട് 2 അടി തന്നെ. ഡാമേജ് ഒക്കെ ഒന്നും തന്നെയാണ്. പിന്നെ എന്തിനാ ഒരു കോപ്പറിൻ്റെ ടൂൾസ് ആൻഡ് ആർമർ ഉണ്ടാക്കിയേ? ഇതും കൊണ്ട് നമുക്ക് നമ്മുടെ ഡയമണ്ട് വൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഐഡിയ ആയിരുന്നു. ഈ അയേണും കൊണ്ട്, അയേണും പിന്നെ വലിയ അയൺ ഫാമൊക്കെ ഉള്ളവർക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ത് പൂച്ചക്കുട്ടിയോ പുലിക്കുട്ടിയോ? അമ്മേനെ ഞാൻ തട്ടി, മോനെ ഞാൻ തട്ടിയേക്കാം. ചാവാ, മോനും ചത്ത്. എന്തൊരു സമാധാനം. ഞാൻ ബെഡ് എടുത്തിട്ട് വരണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇതെന്തോരം പൂച്ച, ജംഗിളിൽ ഇത്ര പൂച്ച സ്പൂണാവും. ഞാൻ എന്തായാലും വേഗം കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ ആവശ്യത്തിനുള്ള വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 സ്റ്റാക്കും 13 ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരെ വീട്ടിലോട്ട് പോട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അതാ നൈറ്റ് ആവുന്ന അടുത്ത നൈറ്റ്. അതാ നല്ല പോലെ നൈറ്റായിരുന്നു. കഴിക്കാൻ എന്താണോ ഉള്ളത്? ഇന്ന് വേഗം പോവും. ഞാൻ ബെഡ് എടുത്തിട്ട് വരാനുള്ള എനിക്ക് എന്തിരുതാ അത്? ദൈവമേ വരല്ലേ. നീ അവിടെ ഇരുന്ന് പൊട്ടിക്കോ. ഓക്കെ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഉറങ്ങി. അയ്യോ, ഭയങ്കര കഷ്ടപ്പാട്. എൻ്റെ അമ്മേ, ഭയങ്കര കഷ്ടപ്പാടാ. അയ്യോ, എന്തിരുതാ അത്? എൻ്റെ അമ്മേ, ഞാനിനിപ്പോൾ ബെഡും പൊക്കി പിടിച്ചേ പോകുള്ളൂ. എൻ്റെ അമ്മ, ഇത് അവിടെ നിന്ന് ഇവിടെ നിന്ന് കയറിയിരുന്നു. എനിക്കങ്ങനെ ഒരു സ്റ്റാക്കും കുറേ ജംഗിൾ ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിൻ്റെ പരിപാടി വീണ്ടും തുടങ്ങാം. അവിടെ വെച്ചു. ഇനി ഏതോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ഇവിടെ ഞാൻ സ്റ്റെയർ വെച്ചിട്ടില്ല, അതാണ് പ്രശ്നം. ഞാൻ എന്തായാലും എൻ്റെ അങ്കർ പവർ കൂടുന്ന ഞാൻ എന്തായാലും എൻ്റെ ഹെൽത്ത് കൂടിയിട്ട് ഞാൻ പണിക്ക് വെക്കുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എൻ്റെ അങ്കർ പവർ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ജംഗിൾ പ്ലാങ്ക് വെച്ചിങ്ങനെ വരാം. ഞാനിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ മിററിനുള്ള സ്ഥലം അങ്ങനെ മാറ്റി വെക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ ഓരോന്നിനെ വെച്ചു. ഇവിടെ ഒന്നായിരുന്നു. ഞാൻ വലിയൊരു മരമാണ് മുറിച്ചത്. എൻ്റെ ടോപ്പിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേനും നൈറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ വേഗം ഇറങ്ങിയതാണ്. ഓക്കെ, ഇവിടെ ആയിരിക്കണം എൻ്റെ വിൻഡോ. നിങ്ങൾക്കൊരു കൺഫ്യൂസ് ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ അങ്കർ പവർ നല്ല കൂടുന്നുണ്ട്. അങ്കർ പവർ അല്ല, ഹെൽത്ത്. ഞാൻ അറിയാതെ അങ്കർ പവർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിവിടെ വെച്ചു. ഇനി
ഇതിങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ. ഈ ഒരു സൈഡ് ഫുള്ള് കവർ ചെയ്യാനാണ് എൻ്റെ പ്ലാന്. നോക്കി നോക്കാം നമുക്ക്. പ്ലാങ്ക് തീർന്നു. ഞാൻ ഈ 13 കൊണ്ട് എനിക്ക് ആവശ്യമുള്ള അത്രയും ക്രാഫ്റ്റ്. ഇതെന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഒരു ചെസ്റ്റ് റൂം ഉണ്ടാക്കുമ്പം ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല യൂസ്ഫുൾ ആവും. ഓക്കെ, ഇത് ഞാനിവിടെ വെച്ചു. ഓക്കെ ഓക്കെ, ഞാൻ അതങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നേരെ പോയി എൻ്റെ ഷവലിന് ഓക്കെ, കോപ്പറിൻ്റെ ഷവൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ കുറച്ച് ഡെസേർട്ട് കാണുന്നുണ്ട്. ഡെസേർട്ടാണ്. ഞാൻ എന്തായാലും ആ സൈഡിലോട്ടൊന്നും പോയി നോക്കിയില്ല. അവിടെ ഒരു ജംഗിൾ ഉണ്ട്. എന്നാലും എൻ്റെ മീനുക്കുട്ടി അവൾ പോയി. ഇതൊരു കേവാണോ? മറ്റേ ഒരു മാഗ്മ ബ്ലോക്ക് ഇല്ല. ഇത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചാവുന്നുള്ള ഒരു ഉറപ്പാണ്. ഗായ്സ്, ഇതെന്തെന്നാ കുരിശ് ഗായ്സ്. ഐ വിൽ ഫൈൻഡ് എ കുരിശ്. ഇതെന്തെന്നാ എൻ്റെ അമ്മേ. ഞാൻ ഇവിടുന്ന് പോട്ട് ഇവിടുത്തി ഗായ്സ്. എൻ്റെ അമ്മ എന്തെന്ന സാധനം. അവിടെ എന്തോ ഞാൻ കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു റോൾഡ് പോർട്ടൽ ഞാൻ കണ്ടു. അത് ഞാൻ പിന്നെ മറന്നുപോയിരുന്നു. അതാണ് നമുക്കത് എപ്പോഴേലും അവിടെ പോയി ഒന്ന് നോക്കണം. പിന്നെ പോർട്ടലിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടിയ എന്തെങ്കിലും ഗോൾഡിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അല്ല പിന്നെ ഡയമണ്ടും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടില്ല. ഇവിടെ പിന്നെ ഇവിടെയുള്ള ഷിപ്പ് എങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഷിപ്പിൽ ട്രഷർ മാപ്പ് ഉണ്ടാവും. ആ ട്രഷർ മാപ്പിൽ ട്രഷർ ഒളിപ്പിച്ചേക്കുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു ഡെസേർട്ട് ബയോമിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് അങ്ങനത്തെ ഒളിപ്പിക്കുക. പിന്നെ എന്തിനീ സാൻഡ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മൈൻക്രാഫ്റ്റിൽ ഗ്ലാസ് എങ്ങനെ ഉണ്ടാക്കുന്നത്, മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ മൈൻക്രാഫ്റ്റിൽ എങ്ങനെ ഗ്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഗ്ലാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാൻഡ് നമ്മൾ കൊണ്ടുപോയി സ്മെൽറ്റ് ചെയ്യണം. അതിനുള്ള കോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞില്ലേ ഒരു മൈനിങ് ഏരിയയിൽ കോൾ ഉണ്ടെന്ന്. ആ ഒരു കോൾ നമുക്ക് യൂസ്ഫുൾ ആവും. ഞാനിപ്പോൾ ചെന്ന് ഫർണസിൽ തീ അണഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ള കോപ്പർ ഫുള്ള് ഒരെണ്ണം കൂടെ കോളില്ല. അത് തന്നെയാണ് വിഷയം. എൻ്റെ ഇൻവെൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഞാൻ എന്തായാലും ഈ ഒരു സാപ്ലിങ് എടുത്തിട്ട് ഇവിടെ നിന്ന് നട്ടി വെക്കാം. പക്ഷെ നാട്ടിയല്ല, നട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാക്കങ്ങോട്ട് വഴങ്ങണില്ല. ഞാൻ അവിടെ വെച്ചു. ഇനി ഞാൻ പോയിട്ട് കുറച്ച് കോപ്പർ മൈൻ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം കണ്ടല്ലേ ഞാൻ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തത്. എവിടെയായിരുന്നു അത്? അപ്പട്ടെയായിരുന്നു. ഇതായിരുന്നു. ഞാൻ ഇവിടെ കേട്ടോ മൈൻ ചെയ്തതും. ഞാൻ കുറേ എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ച് അയണും കിട്ടിയത്. കുറച്ച് കോളിരിക്കുന്നത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം. എനിക്ക് ഇത്രയും കോള് മതി. 3 കൊണ്ട് നമുക്ക് കുറേ സ്മെൽറ്റ് ചെയ്യാം. പിന്നെ അവിടെ കെൽപ്പുണ്ട്. അത് നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ ആ കെൽപ്പ് ഡ്രൈഡ് കെൽപ്പ് കിട്ടും. അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അതിന് നമുക്ക് ഇങ്ങനെ കെൽപ്പ് ബ്ലോക്ക് ആക്കും അങ്ങനെ എന്തോ ചെയ്യത്തില്ലേ? അതിപ്പോഴും ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ എന്തോ ചെയ്യായിരുന്നു. കെൽപ്പിനെ ഫർണസി വെച്ച് അങ്ങനെ എന്തോ ആക്കുമ്പോൾ എന്തോ ഒരു സാധനം കിട്ടും. അത് 9 ഉണ്ടെങ്കിൽ നമുക്കൊരു കെൽപ്പ് ബ്ലോക്ക് കിട്ടും. അത് നമുക്ക് കുറേ കത്തിക്കാൻ അങ്ങനെ എന്തോ ആയിരുന്നു. ഇതല്ല എനിക്ക് വേണ്ടേ. 59 സാൻഡ് കിട്ടി. ഇപ്പം ഞാൻ ഇനി അടുത്ത പരിപാടികൾ അപ്പോഴത്തേക്ക് നോക്കട്ടെ. ഇനി അടുത്ത പരിപാടി ഇത്ര റിസ്ക്കുള്ള പരിപാടിയാണ്. സ്റ്റെയേഴ്സ് വേണം നമുക്ക്. കോബിൾ സ്റ്റോണിൻ്റെ ഇത്രയും പോരായിരിക്കണം. നമുക്ക് എന്തെങ്കിലും കുറച്ചുണ്ടാക്കിയിട്ട് കുറേ ടെമ്പററി ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പില്ലർ സെറ്റ് ചെയ്യട്ടെ. അയ്യോ, പില്ലർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. പില്ലർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡോറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. നിങ്ങൾ ഈ ഒരു പ്ലസ് ഇങ്ങനെ അടിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. സ്റ്റെയേഴ്സാണ്, കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയേഴ്സാണിത്.
ഇതിങ്ങനെ ഈ ഒരു പ്ലസ് ഇങ്ങനെ അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റത്തെ ഇതിൻ്റെ ഈ ഒരു അറ്റത്തും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്കിത് ഇവിടെയും ചെയ്യാം. ഇവിടെയും വെച്ച് കൊടുത്തു. ഇനി നേരെ അപ്പുറത്തേക്ക് പോകാം. അപ്പുറത്തും ഇത് തന്നെ ചെയ്ത് കൊടുക്കുക. അടിയിലൊരു സ്റ്റെയർ വെച്ച് കൊടുക്കുക. നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടേക്ക്. ഇനി ഇത് ഫുള്ളങ്ങ് കവർ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെയും കൂടെ. ഇപ്പം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. വീടിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നമ്മളിത് ഇവിടുന്നൊരു, അതായത് അവിടെ തട്ടരുത്, ഒരു ഉണ്ടോ, ഒരു പില്ലറിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ഇവിടെ ഒരു ഇത് ഇവിടെയൊന്ന് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡും ചെയ്യാം. കാണിച്ചു തരാം. ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു ബ്ലോക്കിനോട് ചേർന്നൊരു ടെമ്പററി ബ്ലോക്ക്, ഒരു കോബിൾ സ്റ്റോൺ സ്റ്റെയർ, ടെമ്പററി ബ്ലോക്ക്, കോബിൾ സ്റ്റോൺ സ്റ്റെയർ, നേരെ ഇങ്ങോട്ടേക്ക് വരിക. ടെമ്പററി ബ്ലോക്ക്, കോബിൾ സ്റ്റോൺ സ്റ്റെയർ, ടെമ്പററി ബ്ലോക്ക്, കോബിൾ സ്റ്റോൺ സ്റ്റെയർ. ഇപ്പുറത്തും അതുപോലെ തന്നെ ടെമ്പററി ബ്ലോക്ക്, കോബിൾ സ്റ്റോൺ. ഇതെന്ത് ഞാനിങ്ങനെ ഓരോരോ സൈഡ് വെച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ നല്ല റിസ്ക് ആണത്. വീണ്ടും ടെമ്പററി ബ്ലോക്ക്, കോബിൾ സ്റ്റോൺ സ്റ്റെയർ, സ്റ്റെയർ. അതേ റെഡി. എൻ്റെ ഹാർട്ട് ഇപ്പോൾ തീർന്ന് ഞാൻ തന്നെ ചാവും. ഈ ഒരു മട്ടൻ കഴിച്ചെൻ്റെ വേറെ ഇറക്കാം. ഈ ഒരു വീഡിയോ നല്ലതായിട്ട് ലോങ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. വേറെ വഴിയില്ല. എനിക്ക് ഒരു വീട് പണി ഞാൻ തീർത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാലേ എനിക്ക് രക്ഷയുള്ളൂ. പകുതി വെച്ച് ഇങ്ങനെ നിർത്തുന്നത് രസം ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, ലാസ്റ്റത്തെ ടെമ്പററി ബ്ലോക്ക് ഇവിടെ. എന്നിട്ട് ഈ ഒരു സ്റ്റെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് വന്ന് നിൽക്കുക. ഇങ്ങനെ വരണം. എന്നിട്ട് സ്ക്രൗച്ച് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ടോപ്പിൽ, സ്ക്രീനാണ് നിങ്ങളുടെ ഈ ഒരു ടോപ്പിലേക്ക് വന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ടോപ്പിലല്ല ഗൈസ്, അടിയിൽ ക്ലിക്ക് ചെയ്യണം. ഈ അടിയിൽ എന്താ ക്ലിക്ക് ആവാത്ത? ആയി. നൈറ്റ് ആവുന്നു. ഞാൻ ബെഡ് എടുത്തിന് മുകളിലേക്ക് വരേണ്ടി വരും. ഹാർട്ട്, ഒരു ഹാർട്ട്. ഓക്കെ, ഞാനിനി ഉറങ്ങിയിട്ട് ബാക്കി പരിപാടി കണ്ടും. ഇനിയിപ്പോൾ ഞാൻ നേരെ ഇതിൽ കൂടെ വന്ന് ഇങ്ങോട്ട് ഇതുണ്ടോ, ഇതിപ്പോൾ എന്ത് സാധനം, പാമ്പിരിക്കുന്നു. എന്തേലും ആവട്ടെ, നമുക്ക് പിന്നെ ശരിയാകാം. വീണ്ടും നമുക്ക് ഈ ഒരു സ്റ്റെയർ കുറേ ഉണ്ടാക്കണം. ഒരു സ്റ്റെയർ നമുക്ക് കുറേ വേണം ഗൈസ്, 62 എണ്ണം. ഷവലും കൊണ്ട് ഈ ഒരു സ്റ്റോൺ ടെമ്പററി ബ്ലോക്ക് ഫുൾ എടുത്തിട്ട് വീണ്ടും പ്ലേസ് ചെയ്യണം. എന്നിട്ട് നേരെ ഇനി അപ്പുറ സൈഡിലേക്ക് പോവുക. ഇപ്പുറത്തെ സൈഡിൽ അവിടെ ചെയ്ത അതേ പരിപാടി ചെയ്യുക. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെ ഒരു 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇത് വെക്കേണ്ടത് ഇങ്ങനെയല്ല, ഇത് വേറൊരു സ്റ്റൈലാണ്. തൽക്കാലം ഞാൻ അത് വെക്കുന്നില്ല. അതില്ലാതെയാണ് ഞാൻ ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിങ്ങനെ അങ്ങ് നിരത്തി വെക്കണം. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് ഇത്രയും. ഈ അതാ മഴ. ഇവിടെ വെക്കുമ്പോൾ ടെമ്പററി ബ്ലോക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അറ്റത്തിങ്ങനെ ഈ ഒരു കോണിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ചെരിഞ്ഞ് നിൽക്കരുത്, നമ്മൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ ഞാനിത് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ സ്ട്രൈറ്റ് വന്ന് വെച്ചത് ഇങ്ങനെ ആയിപ്പോവും. ബെസ്റ്റ്. ഡോർ തുറന്നു. അത് ഫുൾ എടുത്തു. ഇനി വീണ്ടും ടെമ്പററി ബ്ലോക്ക് വെക്കാം. മുകളിലോട്ട് കയറാം. ഞാനത് ഇവിടെ നിൽക്കണം. ഈ ഒരു എഡ്ജിൽ തന്നെ ഞാനത് വെക്കണം, കോബിൾ സ്റ്റോൺ സ്റ്റെയർ. എന്നിട്ട് ഞാനും ഇങ്ങനെ ഇതിൻ്റെ സ്ട്രൈറ്റിൽ നിൽക്കരുത്, ഒരിത്തിരി ചെരിഞ്ഞ് നിൽക്കണം. വീണ്ടും ഓക്കെ.
ഓക്കെ, അത് ചെയ്തു. ഇനി ഈ ലെയർ കണ്ടോ, ഞാൻ അതിൻ്റെ സ്ട്രെയിറ്റിൽ വന്ന് നിന്നപ്പോൾ അതിൻ്റെ ഒരു ഇതങ്ങ് പോയി. ഈ ഒരു കോബിൾ സ്റ്റോൺ സ്റ്റെയർ തികയുന്ന എനിക്കൊരു ഇതുമില്ല. നമുക്ക് ഇതേ പരിപാടി അപ്പുറത്തും ചെയ്യണ്ടേ. ഓക്കെ, കറക്റ്റ് ഈ ഒരു ഇത് രണ്ടും ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ വരുന്ന അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇത് വരുള്ളൂ. അല്ലാണ്ട് ഇത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഷേപ്പിലോട്ട് വരും. കറക്റ്റ് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ചിലപ്പോൾ ഈ മുകളിൽ വരുമ്പോൾ ഈ ഒരു ലെയറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാതിരിക്കില്ല. അതങ്ങനെയാണ്. എനിക്കതങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അവനവിടെ സ്പോണായിട്ടുണ്ട്. ട്രേഡ് അവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് കുറേ കുപ്പിയും അവിടെ നല്ല എന്തെങ്കിലും കൂടെ. എനിക്കൊരു വട്ടം ചെറിയുടെ സാപ്ലിങ്ങും കൊണ്ട് വന്നായിരുന്നു. പക്ഷേ എനിക്കത് വാങ്ങാനുള്ള 5 എമറാൾഡില്ല. വിലക്കുറവിനാണ്. പിന്നെ ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇവനെയും കൊണ്ട് നമുക്ക് ബ്രീഡർ സെറ്റാക്കാനോ അല്ലെ അയൺ ഫാം സെറ്റാക്കാനോ എന്തിനേലും പറ്റുമോ? എനിക്ക് വലിയൊരു ഡൗട്ടാണത്. അത് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇതേ പരിപാടി ഞാൻ ഇപ്പുറത്തും ചെയ്തിട്ട് വരാം. ഓക്കെ, അത് വെച്ചു. ഞാൻ ഇതേ പരിപാടി ഈ മുകളിൽ ഫുള്ള് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാനിത് ആ പരിപാടി അങ്ങ് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. ഫുള്ളിങ്ങനെ ഒരു പിരമിഡ് പോലെ ആക്കി എടുത്തു. ഫൈനൽ ലുക്ക് ഇതല്ല, ഫൈനൽ ലുക്ക് ഇനിയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് ഫുൾ എടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഈ ഒരു ഗ്ലാസ് ഇതാക്കുക. നമുക്ക് കയറി നമുക്ക് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ തങ്ങാം. ഇവിടെ 2 സ്റ്റെയറൊക്കെ നമുക്ക് രാവിലെ വെക്കാം. ബെഡ് എടുത്ത് ഞാൻ ഇവിടെ വെച്ച് കിടന്നുറങ്ങട്ടെ. ഞങ്ങളുടെ ഒരു ഗ്ലാസ് പ്ലെയിൻ എന്താ ആ ഒരു സാധനം എടുത്ത് നമുക്കിങ്ങനെ വെക്കാം. ഈ ഒരു ഗ്ലാസ് നമുക്ക് ഒരിക്കലും നമുക്ക് വെറുതെ ഒന്നും കൊണ്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഇത് പൊട്ടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സിൽക്ക് ടച്ച് എന്ന് പറഞ്ഞൊരു സാധനം വേണം. അതൊരു എൻഷൈൻഡ് ആണ് സിൽക്ക് ടച്ച് എന്ന് പറയുന്നത്. ഇല്ലാണ്ട് നമുക്ക് ഗ്ലാസ് കൈ കിട്ടൂല. പൊട്ടും, പക്ഷെ കൈ കിട്ടൂല. ഓക്കെ, ഇത് ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതായി എൻ്റെ വീട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടെമ്പററി ബ്ലോക്കെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ഇനി അടുത്തൊരു അടി അതാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെയറും വെച്ചു. ഇനി ഒരു ടെമ്പററി ബ്ലോക്കെല്ലാം അതെനിക്ക് ഗ്ലിച്ചാവുന്നില്ല. പൊട്ടി, എല്ലാം പൊട്ടിച്ചും കഴിഞ്ഞു. ഇനി അടുത്ത ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനിയും കുറേ കോബിൾ സ്റ്റോൺ എടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ തലതിരിഞ്ഞ് പോയി. കുറച്ച് പില്ലർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ അങ്ങ് നിൽക്കുക. എന്നിട്ട് ഈ ഒരു താഴെ വരിക, ക്ലിക്ക് ചെയ്യുക. താഴെയല്ല, മുകളിൽ വരിക, ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് വരിക, ക്ലിക്ക് ചെയ്യുക. മുകളിൽ വരിക, ക്ലിക്ക് ചെയ്യുക. ഇനി തിരിഞ്ഞ് നിന്നിട്ടാണ് കഷ്ടപ്പാട്. മുകളിൽ വരിക, ക്ലിക്ക് ചെയ്യുക. മുകളിൽ ക്ലിക്ക്, മുകളിൽ ക്ലിക്ക്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഷാർപ്പായ പോലെ ഇരിക്കും. ഇതേ പരിപാടി നമുക്ക് അപ്പുറത്തും ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് വെക്കാം. ഒന്നിയാടെ ഓക്കെ, ഒന്നിവിടെയും കൂടെ. അയ്യോ സോറി, ഇതെടുത്ത് ഇതിൻ്റെ ടോപ്പിൽ കൊണ്ടുപോയി വെച്ചു.
ഞാനതിന് നിൽക്കേണ്ട സ്റ്റൈലും കൂടെ നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ടോപ്പിലൊന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. ഇപ്പം സെറ്റ് ആക്കണ്ടോ. ഇനി ഈ ഒരു ടെമ്പററി ബ്ലോക്ക് കൂടെ ഒന്ന് പൊട്ടിക്കണം. എൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ എടുത്തതെന്ന് ക്യാരക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആ ഒരു ഓഫർ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ ഇപ്പോഴും ആ ഒരു ഓഫറിലുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ക്യാരക്ടർ ഈ ക്യാരക്ടറല്ല, സൂപ്പർ ഹീറോ അങ്ങനെ തന്നെ എനിക്ക് അറിയാത്ത കുറേ ക്യാരക്ടേഴ്സുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ സ്കിന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് പണി. ഇനി ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഇതങ്ങ് ഫില്ല് ചെയ്യാം. ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു പ്ലാങ്ക് അങ്ങ് ഫില്ല് ചെയ്താലോ. പ്ലാങ്ക് ഫില്ല് ചെയ്യാൻ മതിയോ അവിടെ? ഓക്കെ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.